കൊറിയ കാണാൻ ഇറങ്ങട്ടോ മച്ചവരെ. നമുക്ക് കൊറിയൊന്ന് കണ്ടിട്ട്. അപ്പോൾ മുത്തുമണിയല്ലേ നമ്മളെ കുറി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് മെയിനായിട്ട് കാണാനുള്ള ഈ ഒരു ഏരിയ ഇതാണ്. ഇവിടെയാണ് സാംസങ്ങിൻ്റെ ഹെവി ഇൻഡസ്ട്രി കോംപ്ലക്സ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. പിന്നെ ഇവിടുന്ന് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിൽ ടോപ്പും പിന്നെ കുറച്ച് രസകരമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് സമയവും പൈസയും വേണം. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു ദിവസം ഇറങ്ങാം. പൊടിയും ചളിയൊന്നും ഇല്ല കേട്ടോ, വണ്ടികളൊക്കെ നീറ്റാ. ഇത് പൈപ്പാണെങ്കിൽ നമ്മുടെ അവിടെ എന്തെങ്കിലും ഒരു സാധനം കുറെ കടന്നു കഴിഞ്ഞാലേ ആകെ അഴുക്കാവും. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ അഴുക്കേ കാണല്ല. ഇവിടെ പിന്നെ വൈഫൈ ഫുൾ ടൈം ഉണ്ടാവും. ഇതിലൊക്കെ വൈഫൈ ഉണ്ട്. ഇവിടെ നമ്മുടെ അവിടുത്തെ മാതിരി ഇംഗ്ലീഷ് ഒന്നും അധികമല്ല കേട്ടോ. ഈ നമ്മുടെ സ്ഥലം എന്താ വെച്ചാ ജോങ് പ്യോങ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള ജോങ് പ്യോങ് 1 റോഡ് എന്നോ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 6 ആ സ്ഥലത്തപ്പം നമ്മൾ ഉള്ളത്. ഇവിടെ തന്നെ ഏറെക്കുറെ നല്ല ക്ലാസ് ആണ്. കണ്ട റോഡൊക്കെ നോക്കി കടക്ക ചളി പോലും ഇല്ല. ഒരാള് മാത്രം പോണ കാലത്താണ് വൈബടിച്ചിരിക്കുക ചെക്കന്മാര്. ടയറൊക്കെ നോക്ക് ഗൈസ്, സീന് ടയറാ. സ്കൂട്ടികളൊക്കെ നല്ല CC കൂടി സ്കൂട്ടികളാട്ടോ. റാംഗ്ലറെ കൊണ്ട് ഗൈസ്, ജീപ്പ്. നമ്മുടെ അവിടെ ഒക്കെ കത്തി റേറ്റാ ഫോണിനൊക്കെ. നമ്മുടെ അവിടെ ഇറങ്ങാത്ത മൊബൈൽസൊക്കെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിരിക്കണു. സാംസങ്ങിന്റെ 50,000 60,000 റേറ്റ് പറയുന്നു ഗായ്സ്. ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മുടെ സിഗ്നൽ അപ്പൊക്കെ മാറിയ കാരണം ഓടി കടന്നു നമ്മളിങ്ങോട്ട്. കൊള്ളാട്ടാ, കണ്ട റോഡ് സൈഡ് പോലും എന്നെ മൊഞ്ച. അവരോ എക്സോസ്റ്റ് ഒക്കെ ഇത്തിരി കുറെ പേര് അവന്റെ സീനാക്കി പോവാ. CC 125 ഇതിലൊക്കെ കണ്ടോ, ഈ വണ്ടിയിലൊക്കെ 125 CC കാണിയാണ്. കൂടുതലുള്ളവർ പിന്നെ നല്ല സപ്പോർട്ടാട്ടോ വീഡിയോ എടുക്കാറുണ്ട്. കൊറിയൻ വീടുകളില്ലേ, കൊറിയയിലെ വീടുകളാട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ അവിടെയും. നമ്മുടെ തമിഴ്നാട് ഏരിയത്തെ വീടുമായിട്ട് ഫീലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല നീറ്റാണ്. നമ്മുടെ അവിടുത്തെ മാതിരി ആകെ ചളിയും ഫ്രണ്ടിൽ ചാണകവും അല്ല എന്ന് മാത്രം. ബാക്കിയുള്ളതൊക്കെ ഓക്കെ. പിന്നെ കമ്പനികൾക്കൊക്കെ ഓരോ നമ്പറാട്ടോ. അവിടെയൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടോ ഓരോ നമ്പർ. ആ ഫോൺ നമ്പർ പോലത്തെ നമ്പർ പുറത്ത് കാണിക്കുകയും ചെയ്യണം. അടക്കണ വഴി മുഴുവൻ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പണി വെച്ചിട്ടുണ്ട്. വൃത്തിയും എടുപ്പും നല്ല ക്ലാസ് ആയിട്ട് തന്നെ ഉണ്ടല്ലേ. നല്ല കണ്ട കൊള്ളാം. നോക്കിയ വഴി നോക്കിയാൽ നടക്കാൻ റോട്ടിലേക്ക് ഇറങ്ങാണ്ടിരിക്കുക. എല്ലാവരും പിന്നെ ബോക്സ് ഉണ്ട് കേട്ടോ. ടോൾ ബോക്സ് ഇല്ലാത്തൊരു വണ്ടിയില്ല. അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ട്. കുറെ വണ്ടിയിൽ ഒരുവിധം എല്ലാ വണ്ടിയിലും ടോൾ ബോക്സ് ഉണ്ട്. സ്കൂട്ടി ഇലക്ട്രിക് വണ്ടി ഉണ്ടാവും. നമ്മുടെ അവിടെ ഒരുവിധവും നല്ല എണ്ണയും ചെലവും കാര്യങ്ങളും വരുന്ന വണ്ടികൾ ഉപയോഗിക്കുക. എന്താ ഇയാളത് അവിടെ കയറ്റിട്ടിരിക്കണ്. വണ്ടിയുടെ മുകളിലൊക്കെ നോക്കി കാണാം, പൊടി മണ്ണൊന്നും അധികം കാണില്ല കേട്ടോ. പിന്നെ BMW ഇവിടെ മെയിൻ ആട്ടോ. BMW അറിഞ്ഞ BMW കാണാം നമുക്ക്. BMW ബെൻസും ഇതൊക്കെ എല്ലാവരും ഉള്ള വണ്ടികളാണ്. നോക്കിയ സൂപ്പർ മാർക്കറ്റാണ്. ഏതാ വണ്ടി കടന്നു കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് എടുത്ത് പോണ വണ്ടിയാ പോണ കേട്ടോ. ഏതോ സാധനല്ലേ കാണാൻ എന്തൊരു പ്രത്യേക രസം. കൊള്ളാട്ട കൈസ് നമ്മുടെ രാജ്യത്തുള്ളവരുടെ പണം എന്നുള്ള വെറി ഭരണാധികാരികളുടെ കയ്യണോടത്തോളം കാലം നമ്മുടെ രാജ്യം ഇങ്ങനെ ആവും തോന്നണില്ലല്ലേ. കുറച്ച് നീറ്റും ക്ലീൻ ആയാൽ മതി. അല്ലാണ്ട് ഇതുപോലെ ആവണമെന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമൊക്കെ വളർത്തണം. അത് മാത്രം അവിടെ നിലനിർത്തിയിട്ട് നല്ല വൃത്തിയില് വാർപ്പ് വീടാക്കിയാൽ അതിന്റെ മുകളിൽ ഓടി ഇരിക്കുക, അങ്ങനത്തെ കുറച്ച് നല്ല നല്ല ഭംഗിയാർന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ നാട് തന്നെ. ആ പഴഞ്ചൻ സാധനങ്ങളൊക്കെ അവിടെ നിർത്തി മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ബസ് കണ്ടക്ടർ ഇല്ല കേട്ടോ ഗൈസ്. കണ്ടക്ടർ ഇല്ല ഇവിടെ. ഫുള്ള് ടാപ്പിംഗ് സെറ്റപ്പ് മാത്രം. ഇവിടെ ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അന്തമാതിരി ഇരിക്കും. മറ്റേ എന്താണ് കണ്ടക്ടറിന്റെ വിരലില് നമ്മുടെ അവിടെ ഒക്കെ 10-20 ആയിട്ട് ഒരു 1000 വരെയൊക്കെ എങ്ങനെയാ വെക്കാം. ഇതില് ഒരു സ്ഥലം മുതൽ ഒരു സ്ഥലം വരെ പോവാൻ 10-50,000 റുപ്യൊക്കെ ഉണ്ടാവും. അത് നല്ല സീന് പരിപാടിയാവും. കടയിലെ കുറഞ്ഞത് 5,000 റുപ്യ 2,000 റുപ്യ 1,000 റുപ്യ അങ്ങനെയൊക്കെ കുറഞ്ഞ സാധനങ്ങളുടെ വില. നമ്മുടെ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ഉറക്കം എടുക്കുന്ന ഗാങ്ങിലത്തെ കുറച്ച് ഗാങ്. ഇവരൊക്കെ ഇനി കഴിയുമ്പോൾ കേട്ടോ. ഇന്നലെ കുറെ പേരെ കണ്ടു. ഇന്നൊരു ഇത് തോന്നില്ല. 2-3 ഇടക്ക് വെച്ചിട്ടൊക്കെ വന്നിരുന്നു. പക്ഷെ നമ്മളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോ അവര് തൂവെള്ളേ, നമ്മള് വല്ല കാട്ടള്ളന്മാരി ഉണ്ടാവും മാത്രം. ഇന്ത്യൻ വംശീയത വൈബിളുള്ള ഒരു കൊച്ചിനെ കണ്ടു കേട്ടോ. 37 ആരും മൈൻഡ് ചെയ്യണ്ടാണ്ട് പോയി.
ഇവിടുത്തെ ചെക്കന്മാരെ അവള് നോക്കുന്നുണ്ട്. ആ ചെക്കന്മാര് നല്ല തൂവെള്ള ചെക്കന്മാരെ കണ്ടപ്പോ അവള് മയങ്ങി. ആർത്രയില്ലേ ഗൈസ്, ആർത്രയൊക്കെ ഉണ്ടോ ഇവിടെ? ടോൾ ബോക്സ് ഒക്കെ നോക്കിയേ, ടോൾ ബോക്സിനൊക്കെ റേറ്റ് കുറവുണ്ടോ നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കയറ്റി വിടുട്ടോ നാട്ടിക്ക്. നല്ല റേറ്റ് കുറവുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല, ഒരെണ്ണം മേടിക്കും നാട്ടുകാർക്കും. ജാതി എന്ന് പറയാ, ഞാൻ ആളുടെ അടുത്തില്ലേ തല കട്ടി ആള് അതേമാതിരി തിരിച്ചട്ടി. ഓ സീൻ ഗൈസ്, ഒക്കെ കണ്ടപ്പോ ഒരു ആള് സീനാട്ടോ. 1800 റുപ്യ എന്താ റേറ്റ് നോക്കട്ടെ. ആ 9500 പോണം. സൂപ്പർ മാർക്കറ്റിലേക്ക് കഥ പറഞ്ഞിട്ട് ഒരു കഥ ഉപയോഗിക്കണ പോലാവൂലേ അല്ലേ? കടയിൽ കയറി അവരെ വെറുപ്പിച്ചിറങ്ങി. നാടിന്റെ സാധനം മേടിക്കണമെങ്കിൽ മാത്രം ഇറങ്ങി കയറിയാൽ മതിയല്ലോ അല്ലേ? അവരെന്താ വിചാരിക്കണ്ടാവുക? നമ്മള് തിരിച്ചു പോട്ടെ ഗൈസ്, നമ്മളെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു അസ്വസ്ഥത വെയ്യാന്ന്. അപ്പൊ ആ കാരണം നമ്മള് തിരിച്ചു പോവാ. നമ്മുടെ കാഴ്ചകളൊക്കെ കഴിയാണ്. ഇനി കുറച്ചു നേരം നമ്മള് പിന്നെ ഇറങ്ങും ചിലപ്പോൾ.